കുട്ടികളെ നമസ്കാരം. ബാലോപദേശത്തിലെ ആദ്യ ഖണ്ഡം നാം കേട്ട് കഴിഞ്ഞു. ഇതിലെ 67 ശ്ലോകങ്ങളിലെ ചില പ്രത്യേകതകൾ കൂടി എടുത്തു പറയാം. ഇതെല്ലാം ഇന്ദ്രവജ്ര അല്ലെങ്കിൽ ഉപേന്ദ്രവജ്ര എന്ന വൃത്തത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഉപജാതി, അതായത് ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രം ഇടകലർന്നിട്ടുള്ള ഉപജാതി, അത് ഇതിൽ ഇല്ല തന്നെ. കേളിന്ദ്രവജ്രയ്ക്ക് തതം ജഗംഗം ഉപേന്ദ്രവജ്രയ്ക്ക് ജതം ജഗംഗം എന്നാണ് അതിൻ്റെ ലക്ഷണം. അതായത് ത ത ജ എന്ന 3 ഗണങ്ങളും പിന്നെ 2 ഗുരുവും ആണ് ഇന്ദ്രവജ്രയ്ക്ക്. ഉപേന്ദ്രവജ്രയ്ക്ക് ജ ത ജ എന്നീ 3 ഗണങ്ങളും 2 ഗുരുവുമാണ്. അപ്പോൾ ചുരുക്കത്തിൽ ആദ്യത്തെ 2 അക്ഷരങ്ങൾ നോക്കിയാൽ അത് ഇന്ദ്രവജ്രയാണോ ഉപേന്ദ്രവജ്രയാണോ എന്ന് പെട്ടെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് കായത്തിനോട്, ഓത്തുണ്ട്, രാഗം തുടങ്ങി, ക്രോധാഖ്യ തുടങ്ങിയ ശ്ലോകങ്ങൾ എല്ലാം ഇന്ദ്രവജ്രയാണ്. കാരണം ആദ്യത്തെ അക്ഷരം തന്നെ ഗുരുവാണ്. ആദ്യത്തെ അക്ഷരം ലഘുവായി കഴിഞ്ഞാൽ ഉടനെ അത് ഉപേന്ദ്രവജ്രയാണ് എന്ന് വിചാരിക്കരുത്. ഇപ്പോൾ ചിലത് മുഞ്ചൊന്ന എന്നുള്ള മൂന്നുള്ളത് ലഘുവാണെങ്കിലുംഞ്ച എന്നുള്ള കൂട്ടക്ഷരം പിന്നെ വരെ കാരണം മൂന്നുള്ളത് ഗുരുവായിത്തീരും. അപ്പം അതാണ് പറഞ്ഞ ആദ്യത്തെ 2 അക്ഷരങ്ങൾ നോക്കിയാൽ നമുക്കത് ഇന്ദ്രവജ്രയാണോ ഉപേന്ദ്രവജ്രയാണെന്ന് മനസ്സിലാവും. ഇതിനെപ്പറ്റി കൂടുതൽ വിസ്തരിക്കുന്നില്ല. കൂടുതൽ അറിയണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികളെ വൃത്തമഞ്ജരി എന്ന AR രാജരാജവർമ്മയുടെ പുസ്തകത്തിൻ്റെ ഒരു കോപ്പി സംഘടിപ്പിച്ച് വായിച്ചു നോക്കാം. എന്നാൽ വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാവും. ഈ 67 ശ്ലോകങ്ങളിൽ തപ്പി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 16 ശ്ലോകങ്ങളാണ് ഇന്ദ്രവജ്ര. ബാക്കിയുള്ള 51 ഉപേന്ദ്രവജ്രയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി ഉപകാരമാവും. സാധാരണ നിലയ്ക്ക് ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര ഉപജാതി ഒന്നിച്ച് ഏതെങ്കിലും ചെല്ലാം എന്നുള്ള നിലയ്ക്ക് വരുള്ളൂ. എങ്കിലും ഈ ഇത്ര ശുദ്ധമായുള്ള ഇന്ദ്രവജ്രയും ഉപേന്ദ്രവജ്രയും ഉറവങ്കര നമുക്ക് തന്നിട്ടുണ്ട് ഈ മേൽപ്പറഞ്ഞ ശ്ലോകങ്ങൾ എന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത് എന്നർത്ഥം. അതേപോലെ ഇതിലെ ശബ്ദാലങ്കാരങ്ങളുടെ പ്രത്യേകതയും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ദ്വിതീയാക്ഷരപ്രാസം എല്ലാത്തിലും ദീക്ഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിനു പുറമെ കുറേ ശ്ലോകങ്ങൾ ദ്വിതീയം തൃതീയം ആയ അക്ഷരങ്ങളിൽ പ്രാസം ദീക്ഷിച്ചിട്ടുണ്ട്. ഉദാഹരണം 2ാമത്തെ ശ്ലോകം ഉണ്ടല്ലോ, നിനക്കെടോ ബാലക നീദാനിയും നിനക്കു വേണ്ടുന്നതിലെന്തറിഞ്ഞു കനക്കുനീ മൂഢതയാം ഇരുട്ടത്തിനി കഴിക്കൊല്ല മിനിട്ട് പോലും. ഇതിൽ ദ്വിതീയാക്ഷരവും തൃതീയാക്ഷരവും 2ലും പ്രാസം വീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെയുണ്ട് ചെറുപ്പം അങ്ങാടിയിലെ പിട്ടിച്ചു കയറും മുതലായ ശ്ലോകങ്ങളിലൊക്കെ ഉണ്ട്. ആദ്യത്തെ ശ്ലോകമുള്ള നിരന്തരായം നതവാഞ്ചിതാർത്ഥം തരന്തരം പോലെ തരുന്ന ദേവൻ നിരന്തരം ബാലഹിതം കഥിപ്പാൻ വരന്തരേണം വരവാരണാസ്യൻ എന്നുള്ള ശ്ലോകത്തിലെ ദ്വിതീയ തൃതീയ ആയുള്ള അക്ഷരങ്ങൾക്ക് പുറമെ 4ാമ അക്ഷരത്തിലും പ്രാസം ദീക്ഷിച്ചിട്ടുണ്ട്. അതായത് ശബ്ദാലങ്കാരം കൊണ്ട് സമൃദ്ധമാണ് ബാലോപദേശത്തിലെ 67 ശ്ലോകങ്ങളും. പിന്നെ ഉപമോൽപ്രേക്ഷ അർത്ഥാന്തരന്യാസം തുടങ്ങിയ അലങ്കാരങ്ങളുണ്ട്. അതൊന്നും ഇവിടെ വിസ്തരിക്കുന്നില്ല. അത് വേണ്ടവർ പ്രത്യേകം പഠിച്ചോളാം. പക്ഷേ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഉറവങ്കരയുടെ കവിതാരചനാ പാടവം നാം ഇതിൽ കാണണം.
മനസ്സിലാക്കണം എന്ന് മാത്രം ചുരുക്കി പറയാം. ഇനി നാളെ മുതൽക്ക് ബാലോപദേശത്തിലെ 2ാം ഖണ്ഡം നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.